കൈരളി ന്യൂസിന്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ആദ്യം നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. നമ്മുടെ അഭിമാനമാണല്ലോ വിഴിഞ്ഞം തുറമുഖമല്ലേ? ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിൽ ഇടം പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഓഹരി കൈമാറ്റം എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് എന്ന വലിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അന്ന് കേരളം ഈ ചോദ്യം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സർക്കാരിനെ അറിയിച്ചിട്ടേയില്ല, സർക്കാർ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് കൈരളി ന്യൂസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത് കളവാണ് എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാദം പൊളിക്കുന്ന വിവരാവകാശ രേഖ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSCക്ക് കൈമാറുന്നതിലുള്ള അതൃപ്തി അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യം മുഖ്യമന്ത്രി അന്ന് നമ്മളോട് ഈ വിഷയത്തിൽ പറഞ്ഞ ആ വാക്കുകളൊന്ന് കേൾക്കാം. അതിനുശേഷം ആ വിവരാവകാശ രേഖ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് കാണാം. അവര് സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രയോർ അപ്രൂവലിന് കത്ത് തന്നു. അവിടെ കത്ത് തന്നു. നോക്കൂ, ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചുവെന്നാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അപ്പോൾ വിഴിഞ്ഞം വിഷയത്തിലും മുഖ്യമന്ത്രി നമ്മളോട് കളവ് പറയുകയായിരുന്നു. കേരളത്തിന് അല്ലെങ്കിൽ കേരള സർക്കാർ അവരെ അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ രേഖ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ വിവരാവകാശ രേഖ കിട്ടാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്നറിയാമോ? സാധാരണഗതിയിൽ നമ്മൾ വിവരാവകാശം നൽകിയാൽ വളരെ വേഗത്തിൽ അതിന് മറുപടി നൽകേണ്ടതാണ്. പക്ഷേ എന്നാൽ ഇവിടെ ഈ വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാർ ഒരു താല്പര്യവും കാണിച്ചില്ല. നിരന്തരം അതിന് പുറകെ നടന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഭാഗമെങ്കിലും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. എന്നാൽ പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ ഇതുവരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഒളിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് വിവരാവകാശ രേഖയ്ക്ക് മറുപടി പോലും തരാൻ അവർക്ക് താല്പര്യമില്ലാതിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുന്നത് സനോജാണ് കോട്ടയത്ത് നിന്ന്. അതിനു മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. അതായത് ഈ ചോദ്യം വിവരാവകാശ രേഖയായി മുന്നോട്ട് വച്ചപ്പോൾ സർക്കാർ വലിയ ഒളിച്ചുകളിയാണ് നടത്തിയത്. വിശദമായ രേഖകൾ ലഭിക്കാൻ 99 രൂപ അടയ്ക്കണമെന്നായിരുന്നു ആദ്യം മറുപടി നൽകിയത്. ഇതിന് പിന്നാലെ ഈ അപേക്ഷ നൽകിയ വ്യക്തിയെ നേരിട്ട് വിളിച്ച് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ബിജി ജോസഫ് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിവരാവകാശ രേഖ നൽകുമ്പോൾ ആ രേഖ നൽകിയ വ്യക്തിയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് വിളിച്ച് ഇതുപോലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇനി നമുക്ക് ആ ഫോൺ സംഭാഷണത്തിലേക്ക്. കൃഷ്ണൻ മോട്ടി എന്ന് പറഞ്ഞ ആളാണോ? ഞാനേ പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, സെക്രട്ടേറിയറ്റിൽ നിന്ന്. ഒരു വിവരാവകാശത്തിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് എന്നിട്ട് എന്തോ തുറമുഖ വകുപ്പിന്റെ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്തെ ഫയൽ നോട്ടുകളുടെയും ഇലക്ട്രോണിക് ലിഖിത ആശയവിനിമയങ്ങളുടെയും പാർപ്പെന്ന് ചോദിച്ചിട്ടില്ലേ? അത് ഫുൾ ഫയൽ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഫുൾ ഫയൽ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതിനകത്ത് ഒരു കുറെ പേജ് ഉണ്ട്, അതാണ് ചോദിച്ചത്. 340 പേജുകളോളം ഉണ്ട്. വേണോ അതോ? എന്തോ അത്രയും വേണമെന്നില്ല, ഉള്ള പോലെ അയച്ചത് മതി, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അദാനിയുടെ കത്ത് കിട്ടിയതിന്റെ കോപ്പി മാത്രം അതാണെങ്കിൽ അതിനാകുമ്പോ 50 അതത്രയൊക്കെ വരുള്ളൂ. 100 രൂപയ്ക്കകത്ത് ആ കത്തിന്റെ പകർപ്പുകൾ മാത്രം മതിയല്ലോ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്? ആ രേഖകൾ മുഴുവൻ വേണോ? 340ഓളം പേജുകളുണ്ട്, അത്രയും രേഖകൾ വേണോ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ? ഒരുപക്ഷേ വിവരാവകാശത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ വിളിച്ച് വിവരാവകാശം കൊടുത്ത വ്യക്തിയോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടും അവസാനിച്ചില്ല. ആ ഉദ്യോഗസ്ഥ ഈ വിവരാവകാശം കൊടുത്ത വ്യക്തിയെ വീണ്ടും വിളിച്ചു. ആദ്യം ചോദിച്ചത് ഫീസ് അടച്ചിരുന്നോ എന്നായിരുന്നു അന്വേഷണം. ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. 2 ദിവസത്തിനകം അടച്ചാൽ മതിയെന്ന് ഫോണിൽ നിർദ്ദേശിക്കുന്നു. ആ സംഭാഷണം കൂടി നമുക്കൊന്ന് കേൾക്കാം.
ഇത് കൃഷ്ണൻ മോറ്റി എന്ന് പറഞ്ഞ ആളല്ലേ? അതെ 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 പറഞ്ഞു. ഞാന് സെക്രട്ടേറിയറ്റിൽ നിന്നാണ് വിളിക്കുന്ന. ഒരു വിവരാവകാശത്തിന്റെ ഒരു അപേക്ഷ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇതിന്റെ ആയിരുന്നു CM ഓഫീസിൽ നിന്നാണോ? CM-ന്റെ അവിടെ കൊടുത്തിട്ട് നമുക്ക് തുറമുഖ വകുപ്പിലോട്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ ഒരു കത്ത് ഇവിടുന്ന് അയച്ചത് കിട്ടിയായിരുന്നോ? പൈസ അടയ്ക്കാൻ പറഞ്ഞോണ്ട് കിട്ടിയെന്ന് അതിന്റെ ഡീറ്റെയിൽ എനിക്ക് അറിയണം. ഞാൻ നമ്പർ എന്റെ ഇല്ലായിരുന്നു കോൺടാക്ട് ചെയ്യാനായിട്ട്. നമുക്കിത് പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക്, പക്ഷേ ഞാനേ ഒരു 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പൈസ അടച്ചാൽ മതി കേട്ടോ. അത് നമുക്കിവിടെ ഒരു ഫയൽ ഇതിന്റെ അകത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓർഡറും കൂടെ വന്നിട്ട് അടയ്ക്കാണ്. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ പൈസ അതുണ്ട്. അത് ഞാൻ വിളിച്ചു പറയാം കേട്ടോ. ശരി ശരി. ഒരു വിവരാവകാശം കൊടുക്കുമ്പോൾ അതിന്റെ തുടർച്ചയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഓഡിയോ സംഭാഷണമായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. നോക്കൂ, ആ രേഖകൾ കൃത്യമായി ആ വ്യക്തിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള എത്ര ഇടപെടലുകൾ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഇനി ഈ വിവരാവകാശ രേഖയിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കണ്ടേ? സനോജ് ഉണ്ട് കോട്ടയത്ത് നിന്ന്. എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കാം. സനോജ്, ഗുഡ് മോർണിംഗ്. സനോജ്, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശം സംസ്ഥാന സർക്കാരിന്റെ മുൻപിലേക്ക് എത്തുകയാണ്. പക്ഷേ ആ വിവരാവകാശത്തിന്റെ തുടർച്ചയിൽ സെക്രട്ടേറിയറ്റിൽ നിന്നൊരു ഉദ്യോഗസ്ഥ ഈ പറയുന്ന വിവരാവകാശം കൊടുത്ത വ്യക്തിയെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കുറേ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, മുഴുവൻ രേഖകൾ വേണമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കുറേ സംഭാഷണം ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. എന്താണ് സനോജ് സംഭവിച്ചത്? ഇനി ആ വിവരാവകാശ രേഖയിൽ പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണോ വിവരാവകാശ രേഖ നമ്മളോട് പറയുന്നത്? ഗുഡ് മോർണിംഗ് മനു. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, പല കാര്യങ്ങളിലും കളവ് പറയുന്ന മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ നമുക്കറിയാം വാർത്താ സമ്മേളനത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് നവകേരള സദസ്സിലെ മർദ്ദനമേറ്റതിന് ശേഷമാണ് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി അതിനു മുമ്പേ അദ്ദേഹത്തുമായി പരിചയമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ, അതായത് പ്രതിയായിട്ടുള്ള ആളിൻ്റെ സോഷ്യൽ മീഡിയ പേജിലെ ഫോട്ടോകളൊക്കെ തന്നെ പുറത്തു വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ പലപ്പോഴും മുഖ്യമന്ത്രി കളവുകൾ പറയാറുണ്ട് തൻ്റെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി. പക്ഷേ പിന്നീട് അത് പൊളിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു കൃത്യമായ കളവ് പൊളിക്കുന്നതാണ് ഇത്തരത്തിലുള്ള രേഖകൾ. ഇത് രേഖകൾ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖയിലൂടെയാണ് ഇത് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനിയും MSC ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അദാനിയുടെ 49% ഓഹരി വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. അദ്ദേഹം അപേക്ഷ നൽകിയത് ജൂലൈ മാസം 3-ാം തീയതിയായിരുന്നു. ജൂലൈ മാസം 3-ാം തീയതി 7ഓളം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിക്കപ്പെട്ടത്. ആ അപേക്ഷയിൽ മറുപടി ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ്. ജൂലൈ മാസം 8-ാം തീയതിയാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അതൃപ്തി മറ്റോ കാര്യങ്ങളോ രേഖാമൂലം അറിയിച്ചിരുന്നോ എന്ന ചോദ്യം ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ അതിന് നൽകിയിട്ടുള്ള മറുപടിയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതിന് നൽകിയിട്ടുള്ള മറുപടി അത്തരം ഉള്ള ഒരു കത്തിടപാടുകളും നൽകിയിട്ടില്ല എന്നാണ് ആ ചോദ്യത്തിനുള്ള മറുപടിയായി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങൾ അതൃപ്തി അറിയിച്ചിരുന്നുവെന്നാണ് മാധ്യമങ്ങളെ കഴിഞ്ഞ മാസം, അതായത് ജൂലൈ മാസം 8-ാം തീയതി പതിവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വ്യക്തമാക്കിയത്. എന്നാൽ അത്തരമൊരു അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് ഈ മാസം 3-ാം തീയതി ലഭിച്ച വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നത്. അതായത് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതായത് ഈ അണ്ടർ സെക്രട്ടറി ഫോൺ വിളിക്കുന്ന ഒരു വിവരാവകാശ പ്രവർത്തകൻ ഒരു വിവരാവകാശ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചാൽ അതിന് കൃത്യമായി മറുപടി നൽകുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. എന്നാൽ ഇവിടെ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ഈ വിവരാവകാശം നൽകിയ അപേക്ഷകരെ നേരിട്ട് വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സർക്കാരിന് ഈ വിവരാവകാശ രേഖ എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാൻ പലവിധ മാർഗങ്ങൾ അവർ നോക്കി. പക്ഷേ നടന്നില്ല. കൃത്യമായി രേഖ കൊടുക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കത്തിടപാടുകൾ, അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കത്തിടപാടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഒക്കെ ലഭ്യമാക്കണമെന്ന് അദ്ദേഹം ഈ വിവരാവകാശ രേഖയിൽ ഒരു ചോദ്യമായി ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അണ്ടർ സെക്രട്ടറി ഈ അപേക്ഷകനെ നേരിട്ട് വിളിക്കുകയാണ് ആദ്യം.
ആദ്യം വിളിച്ചതിന് ശേഷം അദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ ഇത്തരം വിശദമായ രേഖകളൊക്കെ ചോദിച്ചിരുന്നല്ലോ, അത് ഏകദേശം 340ഓളം പേജുകൾ, അതായത് ഈ വിവരാവകാശ രേഖയ്ക്ക് ആദ്യം 99 രൂപ ഈ രേഖകൾ ലഭിക്കാൻ അടക്കണമെന്നും അതിൻ്റെ ഒറിജിനൽ ചെല്ലാൻ നേരിട്ട് ഹാജരാക്കണമെന്നും ഇതിൻ്റെ മറുപടി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അണ്ടർ സെക്രട്ടറി വിളിക്കുന്നത്. ഇത് 340ഓളം പേജുകളുണ്ട്, അതിൻ്റെ മുഴുവൻ പേജുകളും പകർപ്പുകളും ആവശ്യമുണ്ടോ? അപ്പം ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അത്രയും ആവശ്യമില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മതി, അങ്ങനെയാണെങ്കിൽ ഒരു 50 രൂപയൊക്കെ അടച്ചാൽ മതിയാകും എന്ന് പറഞ്ഞ് ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. പിന്നീട് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അണ്ടർ സെക്രട്ടറി ഈ അപേക്ഷകനെ വിളിക്കുകയാണ്. അപേക്ഷകനെ വിളിച്ചതിന് ശേഷം ചോദിക്കുന്നത്, ഈ 99 രൂപ അപേക്ഷ ചെല്ലാൻ അടച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം പറയുന്നു, മാഡം അടച്ചില്ല, അത് അടച്ചിട്ട് എവിടെയാണ് ഹാജരാക്കേണ്ടത്, അതായത് ഈ ഒറിജിനൽ രേഖ എവിടെ ഹാജരാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ ഫോൺ കോൾ എത്തിയത് എന്ന് ആ അപേക്ഷകൻ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ അല്പം കൂടി വെയിറ്റ് ചെയ്യൂ, 2 ദിവസത്തിന് ശേഷം, അതായത് ഇതിനകത്ത് ഒരു ഫയൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതും കൂടി കിട്ടിയതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മറുപടിയായിട്ട് നൽകാൻ കഴിയും, അതുകൊണ്ട് 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ പൈസ അടച്ചാൽ മതിയെന്നാണ് ഈ അണ്ടർ സെക്രട്ടറി ഈ അപേക്ഷകനോട് ഫോണിൽ പറയുന്നത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ വിചിത്രമായ ഒരു മറുപടിയാണ് ഈ അപേക്ഷകന് മെയിൽ മാർഗം ലഭിച്ചത്. ഈ മെയിൽ മാർഗം കൊടുക്കുന്ന മറുപടി എന്ന് പറയപ്പെടുന്നത് ആ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ ഈ വിഷയം മറച്ചു വയ്ക്കാൻ വേണ്ടി സർക്കാർ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഈ അണ്ടർ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അതിനുശേഷം നൽകിയിട്ടുള്ള മറുപടി, അതായത് വിവരങ്ങൾ നൽകാൻ കഴിയുകയില്ല എന്നുള്ള മറുപടിയും സർക്കാർ എന്തോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നുവെന്ന് രേഖകൾ സഹിതം, അതായത് സർക്കാർ നൽകിയ രേഖകൾ സഹിതമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. മനു, സനോജ്, ഒരു കാര്യം വ്യക്തമാണ്, അതായത് പൂർണ്ണമായ മറുപടി ആ ചെറുപ്പക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, കിട്ടിയ മറുപടിയിൽ ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രി കേരളത്തിന്റെ അതൃപ്തി അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത് കളവാണ് എന്ന് തെളിയുകയും ചെയ്തു. സനോജ്, എന്തുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായ മറുപടി നമുക്ക് തരാൻ തയ്യാറാകാതിരിക്കുന്നത്? ഇത് കേരളത്തിന്റെ പൊതുസമൂഹം അറിയരുത് എന്ന്, ഈ ഓഹരി കൈമാറ്റത്തിന്റെ പുറകിൽ നടന്ന അണിയറ കഥകൾ കേരളത്തിന്റെ പൊതുസമൂഹം അറിയരുത് എന്ന വലിയ ജാഗ്രത കേരളത്തിന്റെ സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ ഈ ഒളിച്ചുകളി? തീർച്ചയായിട്ടും അതിനെ അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം സർക്കാരിന് ഒരു വിവരാവകാശ പ്രവർത്തകൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കപ്പെടുമ്പോൾ അതിന് കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കർത്തവ്യം. എന്നാൽ ഇവിടെ അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വ്യക്തമായ ചോദ്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ എന്തെങ്കിലും ന്യൂനതകൾ ചോദ്യങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇദ്ദേഹം കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കൃത്യമായ മറുപടി നൽകുക എന്നുള്ള ഉത്തരവാദിത്തം ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കടമയാണ്. പക്ഷേ അത് എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നുള്ള ഒരു ഗവേഷണം ഇവർ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ MSC അദാനി ഗ്രൂപ്പിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഇടപാടുകളെ സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകളുണ്ടോ, അങ്ങനെ രേഖകളുണ്ടെങ്കിൽ ആ രേഖകളുടെ കൃത്യമായ പകർപ്പുകൾ ഇലക്ട്രോണിക് മാധ്യമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപാടുകളുടെ പകർപ്പുകളൊക്കെ തന്നെ തനിക്ക് ആവശ്യമുണ്ട്, അതുകൂടി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അപേക്ഷകൻ ചോദ്യമായി ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അത് നൽകാമെന്നും, കാരണം കൂടുതൽ പേജുകൾ അപേക്ഷകൻ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു പേജിന് നിശ്ചയിച്ചിട്ടുള്ള തുക വെച്ച് ആ പണം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തുക 99 രൂപ ചെല്ലാനടച്ച് അതിൻ്റെ ഒറിജിനൽ ഹാജരാക്കണമെന്ന് ഈ അപേക്ഷയ്ക്ക് മറുപടിയായി നൽകിയിട്ടുള്ളത്. അത് അടയ്ക്കാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നു. അദ്ദേഹം തയ്യാറാവുന്നതിനിടയിൽ ആണ് ഈ അണ്ടർ സെക്രട്ടറി ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നത്. ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആദ്യം പറയുന്നത് ഇത് ഇത്രത്തോളം പേജുകളുണ്ട്, അതുകൊണ്ട് അത്രയും പേജുകൾ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ 340 പേജ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര രൂപ കെട്ടിവെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 99 രൂപ കെട്ടിവെക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും അണ്ടർ സെക്രട്ടറി വിളിക്കുകയാണ്, ഈ 99 രൂപ അടച്ചോ? അപ്പോൾ ഈ 99 രൂപ അടച്ചിട്ട് ഒറിജിനൽ ചെല്ലാൻ എവിടെ ഹാജരാക്കണമെന്ന് ഈ അപേക്ഷകൻ അറിയില്ലായിരുന്നു. അതായത് സനോജ്, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഈ അണ്ടർ സെക്രട്ടറി തുടർച്ചയായി ഈ മനുഷ്യനെ ഫോൺ വിളിക്കുമ്പോൾ അയാളെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം. സാധാരണക്കാരനായ ഒരാളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അന്വേഷണം വരുമ്പോൾ വേണമെങ്കിൽ സമ്മർദ്ദത്തിലാകാം. അതായിരുന്നോ ഈ തുടർച്ചയായ ഫോൺ കോളുകളുടെ ഉദ്ദേശം? അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ?
ഒരിക്കലും തെറ്റുവരാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹം വേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ മറുപടിയായി കൊടുക്കാതിരുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ അണ്ടർ സെക്രട്ടറി ഇതിന് ശേഷം രണ്ടാമത് വിളിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫയൽ മിസ്സായിട്ടുണ്ട്. അതുകൂടി ലഭിച്ചതിന് ശേഷം 2-3 ദിവസത്തിനുള്ളിൽ മറുപടി നമുക്ക് കൂടുതൽ വ്യക്തമായി മറുപടി നൽകാൻ കഴിയുമെന്നാണ് ഈ അപേക്ഷകനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ എന്ത് ഫയലാണ് മിസ്സായത് എന്ന് അണ്ടർ സെക്രട്ടറി പറയുന്നില്ല. അങ്ങനെ മിസ്സായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മറുപടി പറയേണ്ടത് അണ്ടർ സെക്രട്ടറിയും സർക്കാർ സംവിധാനങ്ങളുമാണ്. ഇങ്ങനെ നൽകാം, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ, അതിനുശേഷം മാത്രം തുക അടച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അദ്ദേഹം 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് മെയിൽ മാർഗം ലഭിക്കുന്ന മറുപടി ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ രേഖകൾ നൽകാൻ കഴിയുകയില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മറുപടി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ രേഖകൾ കൈമാറാമായിരുന്നു. ഈ രേഖകൾ കൈമാറാമെന്ന് പറയുകയും പണമടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പണമടയ്ക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. വെയിറ്റ് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അണ്ടർ സെക്രട്ടേറിയറ്റിൽ നേരിട്ട് വിളിച്ചാണ്. അദ്ദേഹം വെയിറ്റ് ചെയ്തു. അണ്ടർ സെക്രട്ടറി വീണ്ടും വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരുന്നത്. പക്ഷേ 3-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മെയിലിൽ ഒരു മറുപടി ലഭിക്കുകയാണ്, ഇതിന് രേഖകൾ നൽകാൻ കഴിയുകയില്ല എന്ന്. എങ്കിൽ പിന്നെ ആദ്യം തന്നെ അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചു. അതായത് കഴിഞ്ഞ മാസം 3-ാം തീയതി അദ്ദേഹം അപേക്ഷ സമർപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ വേണമെങ്കിൽ ഈ രേഖ നൽകാൻ കഴിയുകയില്ല എന്നത് അവർ മറുപടി നൽകിയിരുന്നുവെങ്കിൽ ഈ വിഷയം അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. 99 രൂപ ചെല്ലാനടച്ചതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ ഹാജരാക്കാൻ പറയുന്നു. ആ ഒറിജിനൽ ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതിനിടയിൽ അണ്ടർ സെക്രട്ടറി അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു. അണ്ടർ സെക്രട്ടറി വെയിറ്റ് ചെയ്യാൻ പറയുന്നു. വീണ്ടും അണ്ടർ സെക്രട്ടറി വിളിക്കുന്നു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് അടച്ചാൽ മതി എന്ന് പറയുന്നു. പിന്നീട് ഈ രേഖ നൽകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് മെയിൽ മാർഗം ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഈ വിഷയത്തിൽ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അത് എന്താണ് ഒളിക്കാൻ ശ്രമിക്കുന്നത്? എന്തെങ്കിലും പേജുകൾ അല്ലെങ്കിൽ നിർണായകമായ രേഖകൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അണ്ടർ സെക്രട്ടറി പറയുന്നത് പോലെ എന്ത് രേഖയാണ് മിസ്സായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടാവേണ്ടത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് സനോജ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിലൊരു ഫയൽ മിസ്സായിട്ടുണ്ട് എന്ന് ആ ഉദ്യോഗസ്ഥ പറയുന്ന ഭാഗം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം വിഴിഞ്ഞം പോലെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് പ്രൊജക്ടിന്റെ ഒരു ഫയൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫയലാണ്, എന്തുകൊണ്ട്, എങ്ങനെയാണ് അത് കാണാതായത്? അത് വ്യക്തമാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. കാരണം ഇത് അത്രമാത്രം പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ആണല്ലോ. ഒരു മിനിറ്റ് സനോജ്, ഞാൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞ ആ വാചകം ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി കേൾക്കട്ടെ. അന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞ ന്യായീകരണം എന്താണെന്ന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ വാക്ക്. അവർ സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രയോർ അപ്രൂവലിന് കത്ത് തന്നു. ഇനി ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ആരും അറിയാത്തൊരു വിഷയമായി പോകുമായിരുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് വന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യം സഭയിൽ ഉന്നയിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. അതും തെറ്റായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായതാണ്. സർക്കാർ അദാനി തലത്തിൽ ആശയവിനിമയം നടന്നിരുന്നുവെന്ന് പിന്നീട് പലതരത്തിലുള്ള വിവരങ്ങൾ വാർത്തകളായി നമ്മുടെ മുൻപിലേക്ക് എത്തുകയും ചെയ്തതാണ്. അങ്ങനെ വിവാദമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മുടെ അതൃപ്തി അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് കേരളത്തോട് പറഞ്ഞത്. നമ്മളത് വിശ്വസിച്ചു. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് കളവായിരുന്നു എന്ന് തെളിയുന്ന രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. രേഖകൾ പുറത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ ഓഹരി കൈമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകൾ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു ഫയൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് ആണെന്ന് ആ ഉദ്യോഗസ്ഥ വിവരാവകാശ പ്രവർത്തകരോട് പറയുന്ന ഓഡിയോ സംഭാഷണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുൻപ്, ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുൻപ് വി.ഡി. സതീശൻ മംഗലാപുരത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിലെത്തി അദാനി ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിനെ കണ്ടത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ ചോദ്യം എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച എന്നതിന് ഇതുവരെ വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ തുടർച്ചയിലാണല്ലോ ഈ പറയുന്ന ഓഹരി കൈമാറ്റവും വിവാദവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞു ചെയ്ത ഡീലിന്റെ ഭാഗമാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് വിവരാവകാശ രേഖയിൽ പറയുന്ന ഈ മറുപടികൾ. മുഴുവൻ രേഖകൾ നൽകാതെ കാണിക്കുന്ന ഈ ഒളിച്ചുകളി. സനോജ്, അതുകൂടി ഇതിന്റെ ഭാഗമല്ലേ? നേരത്തെ മംഗലാപുരത്തേക്ക് വി.ഡി. സതീശൻ നടത്തിയ ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര, അദാനി ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിനെ അവിടെ കണ്ടത്, അതിന് തുടർച്ചയിൽ പിന്നീട് മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഓഹരി കൈമാറ്റം നടത്തിയ വിവരം നമ്മുടെ മുൻപിലേക്ക് വരികയും ചെയ്യുന്നു. ദുരൂഹതകൾ ഒരുപാടുണ്ട്. ഒരുപക്ഷേ അതൊക്കെ മറയ്ക്കാനായിരിക്കാം ഈ രേഖകൾ മുഴുവൻ പുറത്തേക്ക് നൽകാത്തത്.
അത്തരം ദുരൂഹതകൾ ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരം ദുരൂഹത നിറഞ്ഞ ഇടപെടലാണ് ഈ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയിട്ടുള്ളത്. അതിനുശേഷമുള്ള ഫോൺ കോളുകളിലൂടെ ഉള്ള സംഭാഷണത്തിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. കഴിഞ്ഞ മാസം 3-ാം തീയതി നൽകിയ അപേക്ഷ അതിനുശേഷം അതൃപ്തി അറിയിച്ചിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവരാവകാശ പ്രവർത്തകനായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ 8-ാം തീയതി മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന പച്ചക്കള്ളം മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പൊളിക്കുന്നതാണ് ഈ വിവരാവകാശ രേഖ എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. പക്ഷേ ഈ മാസം 8-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടി ലഭിച്ചിട്ടുള്ളത്. ആ മറുപടിയിലാണ് ഇത്തരത്തിൽ അതിർത്തി അറിയിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയുള്ളത്. എന്തായാലും ചോദ്യങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. അതെന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. ഈ കാര്യത്തിൽ അണ്ടർ സെക്രട്ടറിയുടെ സംഭാഷണങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അപ്പോൾ വാർത്തയ്ക്ക് അത്ര ഗൗരവമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് രേഖയാണ് മിസ്സായത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നടത്തേണ്ടത് ബന്ധപ്പെട്ട അണ്ടർ സെക്രട്ടറി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇതിൽ വലിയ ദുരൂഹതകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മനു, ശരി, ഓക്കെ സനോജ്, താങ്ക് യു. സനോജാണ് ഈ വിവരങ്ങൾ സമഗ്രമായി നമുക്ക് നൽകിയത്. വലിയ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുകയാണ് കേട്ടോ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിൽ. എന്തുകൊണ്ടാണ് സർക്കാർ മുഴുവൻ രേഖകളും വിവരാവകാശം നൽകുമ്പോൾ നൽകാതിരിക്കുന്നത്? ഏത് ഫയലാണ് കാണാതെ പോയിരിക്കുന്നത്? ആ ഫയലിൽ എന്തൊക്കെയാണ്? കേരളത്തിന് അറിയാൻ ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് അതൃപ്തി അദാനി ഗ്രൂപ്പിനെ അറിയിച്ചുവെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് കളവ് പറഞ്ഞത്? അനവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ഇതിനൊന്നും ഉത്തരമില്ല. ചോദ്യങ്ങൾ ചോദിച്ചാൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ കൈരളിയല്ലേ, ദേശാഭിമാനിയല്ലേ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നതാണ് ശീലം. പക്ഷേ ഈ ചോദ്യങ്ങൾ അത് അന്തരീക്ഷത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. ഇത് ചുമ്മാ ആകാശത്തു നിന്ന് എന്തെങ്കിലും എടുത്ത് പറയുന്നതല്ല. അത് രേഖകൾ സഹിതമാണ് കൈരളി ന്യൂസ് മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത് കളവാണ് എന്ന് തെളിയിക്കുന്ന വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത്.